നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടാവും ഞാൻ കാല് കയറ്റിച്ച് ഭാഗമാണ് നിങ്ങൾ കാണാനുണ്ടാവും. ബോഡി കണ്ടോ, ഈ പ്ലാസ്റ്റിക്കാണ് തീരെ ക്വാളിറ്റി ഇല്ലത്. ഇത് പിന്നെയും കുഴപ്പമില്ല. ഇതുണ്ടോ പാനൽ ഗ്യാപ്സ് ഉണ്ട്. അതുപോലെ ഈ കാണാനുണ്ടോ ഈ സാധനം പൊട്ടിയിട്ടുണ്ട്. ഇത് രണ്ട് സൈഡും അതേപോലെ പൊട്ടിയിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ ഇവിടെ പൊട്ടിയത്, അതിങ്ങനെ ഒരു പീസ് പോരാനായി ഒരു ക്ലിപ്പും അവിടെ നിൽക്കുന്നുണ്ടാവും. തീരെ ക്വാളിറ്റി ഇല്ല ഈ സാധനം. വേദന ഇതൊക്കെ ചില വണ്ടികൾക്ക് ഈ സാധനമൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ ലോക്ക് ഇങ്ങനെ ഇളകും. ഇതിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വണ്ടി സൈഡ് മറിഞ്ഞിട്ട് ഇതെല്ലാം പൊട്ടിയായിരിക്കും. ഓക്കെ, നല്ലൊരു വീഴ്ച പണിയായിരുന്നു. അപ്പോൾ പൊട്ടിയിട്ട് ഇതൊക്കെ പുതിയത് ഇട്ടാട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ള സിസ്റ്റത്തൊക്കെ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്തിരുന്നു. എനിക്ക് ആകെ പ്രശ്നത ഈ മീറ്ററില്ലേ, ഈ മീറ്ററിൻ്റെ ഈ ബോഡി പാനലും നല്ല അളകുന്നുണ്ട്. ഞാൻ അമ്മയുടെ ഷോറൂമിൽ പോയപ്പോൾ അവർ കാട്ടിയെന്ന് വെച്ചാൽ എനിക്കിത് ശരിയാക്കാൻ പറ്റില്ല. അവർ പേപ്പർ തിരികേണ്ടി വന്നിട്ടോ. അങ്ങനത്തെ ടീംസാണ് അവർ. സർവീസ് ആദ്യത്തെ പോലല്ല, കുറച്ച് മോശമായിട്ടുണ്ട്. ഞാൻ യാത്ര തുടങ്ങുമ്പോൾ വരെ അവരെ ഷോറൂമിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് തരുന്നത് ഇവിടെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ വരാൻ. എന്നിട്ട് ഞാൻ യാത്ര പോകുന്നിടയിൽ ഞാൻ എന്നും എൻ്റെ വണ്ടി കംപ്ലീറ്റ് സർവീസ് എൻ്റെ വണ്ടി എടുത്ത ഷോറൂമിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരെന്നോട് പറഞ്ഞത് വണ്ടി ഇപ്പോൾ നോക്കാൻ സമയമില്ല, വേറെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അതിന് നമ്മളൊരു യാത്ര ലോങ് പോവുകയാണ്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പറ്റിയില്ല. ലാസ്റ്റ് എഞ്ചിൻ ലൈറ്റ് കത്തിയായിരുന്നു, കേബിൾ മാറിയായിരുന്നു കേട്ടോ. കേബിൾ മാറിയായിരുന്നു. അപ്പോൾ എഞ്ചിൻ ലൈറ്റ് ഓഫ് ആയി വന്നു. വയറുള്ളൊന്നും എനിക്ക് ചെക്ക് ചെയ്ത് തന്നില്ല. പോണ വഴിക്ക് ചെക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അത്രയും വണ്ടി എടുത്ത ഷോറൂമിൽ നിന്നാണ് എനിക്ക് ആ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സ്പോൺസേഴ്സും കാര്യങ്ങളൊക്കെ വേണ്ട കമ്പനിയിൽ കിട്ടുന്നത്, ഒരു കുന്തം കിട്ടില്ല പറയില്ല. ഇങ്ങനത്തെ രീതിയിലുള്ള റെസ്പോൺസാണ് എനിക്ക് ആ ഷോറൂമിൽ പോയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. സത്യം പറയല്ല, അത് ഞാൻ അത്രയും അങ്ങനെയൊന്നും പ്രതീക്ഷ. നമുക്ക് വണ്ടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് എയർ ഫിൽറ്ററൊക്കെ മാറാനായിട്ട്, അപ്പോൾ ഒന്നും പിന്നെ മാറാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ എങ്ങനെയായാലും ഞാൻ മധ്യപ്രദേശ് രാജസ്ഥാൻ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, ഷോറൂമുണ്ട്. അവിടെ നിന്ന് പോയി സ്റ്റേഷൻ ചെക്ക് ചെയ്യണം. ഓക്കെ, വണ്ടിയുടെ എഞ്ചിൻ ലൈറ്റ് കത്തിയിട്ടുണ്ട് വീണ്ടും. നമുക്ക് തോന്നുന്നു സെൻസറിലെന്തോ വെള്ളം കയറിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഗോവയിൽ വെള്ളത്തിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് റെഡിയാക്കിയിരിക്കണം. പിന്നെ വണ്ടിയുടെ എയർ ഫിൽറ്റർ, പിന്നെ ഗിയർ ഓയിലൊന്നും മാറണം. ഗിയർ ഓയിൽ ഞാൻ മാറിയിട്ടില്ല, എഞ്ചിൻ ഓയിൽ മാത്രമേ മാറിയിട്ടുള്ളൂ. അതൊന്ന് റെഡിയാക്കിയിട്ട് കണ്ട് അതന്നെ. പിന്നെ ഡിസ്കിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ കച്ചറ ചെയ്തിട്ട് നല്ല രീതിയിൽ വരക്കുണ്ട് കേട്ടോ. അതെനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. അത് എല്ലാ വണ്ടിക്കും പ്രശ്നം തന്നെയാണ്, വലിയ പ്രശ്നം ഇതൊന്നും എല്ലാം തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, യമയുടെ ഇതിൽ നിന്നും എനിക്കൊരു റെസ്പോൺസും കിട്ടിയില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് യമയുടെ കമ്പനിയിൽ നിന്ന് ഇതൊക്കെ സ്പോൺസർ കിട്ടി. എനിക്ക് തോന്നുന്നു യമയുടെ റാഗറ്റാറിൻ്റെ സ്കൂട്ടർ തെറ്റി ആരെങ്കിലും പോയിക്കണമെന്ന് എനിക്കറിയില്ല. വണ്ടി ഞാൻ പറഞ്ഞല്ലോ, വണ്ടിയിലെ ഈ ഒരു കുറച്ച് ബിൽഡ് ക്വാളിറ്റിൻ്റെ ചെറിയ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ കാല് കയറ്റിച്ചപ്പോൾ പൊട്ടിയാൻ തോന്നുന്നുണ്ട്. അത്രയും വെയിറ്റ് ചെയ്യുന്നപ്പോൾ പൊട്ടിയാൻ തോന്നുന്നു, എനിക്കറിയില്ല. വേറെ വണ്ടി പക്ക പെർഫോമൻസ് ആയാലും എല്ലാം സെറ്റാണ്. ഒരു വലിയ കുറ്റമൊന്നും പറയാനില്ല. ഈ വെയിറ്റിൻ്റെ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് ഈ ലോങ് നമ്മുടെ സിറ്റി യൂസിന്, നമ്മുടെ ഫാമിലി യൂസിന് പക്ക വണ്ടി കേട്ടോ. ഇപ്പോൾ ലേഡീസിനായാലും പ്രായമുള്ളവർക്കായാലും വലിയ വെയിറ്റ് ഒന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മൾ പോകുന്നതായിട്ട് ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ചായ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി രാവിലെ ആകെ ഒരു ചെറിയ വയസ്സ് പോയാൽ തന്നെ വേഗം ഒരു ചായ കുടിച്ചു. വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ, എന്തെങ്കിലും കഴിക്കണം.